നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി സാമൂഹ്യ പ്രവർത്തകൻ അഷറഫ് താമരശ്ശേരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വായനക്കാരന്റെ കരളുലയ്ക്കുന്ന ആ കുറിപ്പ് ഏവരുടെയും ഹൃദയം നോവിക്കുകയാണ്. ഷാർജ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ പരസ്യ കമ്പനിയിൽ ടെക്നീഷ്യനാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ റജി കോശി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവധി ദിനങ്ങളിൽ തനിക്ക് ആദ്യമായി ജനിച്ച കുഞ്ഞിന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങിവെക്കുകയായിരുന്നു റജി. കുഞ്ഞിനെ കാണാൻ ജനുവരിയിൽ നാട്ടിലേക്ക് പറക്കാനിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം റജിയുടെ നിശ്ചലമറ്റ ദേഹമാണ് നാട്ടിലെത്തിയത്. ഒപ്പം ഒരു കുഞ്ഞു പെട്ടിയിൽ റജി തന്റെ കുഞ്ഞു മകനായി വാങ്ങിച്ചു കൂട്ടിയ കളിപ്പാട്ടങ്ങളും. അഷ്റഫ് താമരശ്ശേരിയുടെ ഉള്ളുലയ്ക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദൈവം നിശ്ചയിച്ച സമയത്താണ് മരണം. ആ സമയം പക്ഷേ ദൈവം ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴൊന്നും മരിക്കില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മരണത്തെ ഭയന്നിട്ട് കാര്യവുമില്ല. അതെപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ വളരെ വേദനയോടെ കൂടിയാണ് ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശി റജി കോശി കഴിഞ്ഞ 13 വർഷമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ കഴിയാതെ ഈ ലോകത്തു നിന്നും യാത്രയായി. ഷാർജ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ പരസ്യ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ജനുവരിയിൽ അവധിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആദ്യമായി ജനിച്ച സ്വന്തം കുഞ്ഞിനെ കാണുവാനുള്ള ആഗ്രഹമായിരുന്നു റജിയുടെ മനസ്സ് മുഴുവനും. അവധി ദിവസങ്ങളിൽ വാവയ്ക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വാങ്ങിവെക്കുകയായിരുന്നു. റജി ആദ്യമായി ഗൾഫിൽ കൊണ്ടുവന്ന സുഹൃത്ത് ബിജു പറയുകയാണ്, മരിക്കുന്നതിന്റെ തലേ ദിവസം റജിയെ വിളിച്ച് തന്നെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ജനുവരിയിൽ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെ ഒക്കെ വന്ന് കാണാം, സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ കഴിയാത്തതിന്റെ പ്രയാസം ബിജുവുമായി പങ്കുവെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം റജി ഉണർന്നില്ല. അവന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ബാക്കി വെച്ച് മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. എംബാമിംഗ് കഴിഞ്ഞ് പെട്ടിയിലേക്ക് റജിയുടെ നിശ്ചലമായ ശരീരം എടുത്തു വയ്ക്കുമ്പോൾ കൂട്ടുകാരൻ ബിജുവിന്റെ കയ്യിലുള്ള മറ്റൊരു പെട്ടിയിൽ മുഴുവനും താൻ ഒരുപാട് കാണാൻ കൊതിച്ച, ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത കുഞ്ഞുമോന് പപ്പയുടെ സ്നേഹ സമ്മാനങ്ങളുമായിരുന്നു. ഭൂമിയിലുള്ള സർവസ്വവും വിട്ടേച്ചു പോവലാണ് മരണം. ഒരു സമ്പാദ്യവും കൂടെ കൊണ്ടുപോകാനാവില്ല എന്ന സത്യം തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ ഡിസംബർ 29 രാവിലെ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കിയത് റജിയായിരുന്നു. റൂമിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ആഹാരം കഴിച്ച് തമാശയും പറഞ്ഞ് സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാത്തതിനാൽ കൂടെയുള്ളവർ നോക്കുമ്പോൾ കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. നല്ലൊരു സുഹൃത്ത്, സ്നേഹം നിറഞ്ഞവൻ, ഒരാളെയും വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്തവൻ. ഇതൊക്കെയാണ് റജിയെ കുറിച്ച് സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത്. നാളെ നമ്മൾ ജീവിക്കാനും ജീവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ സുന്ദരമായ നിമിഷങ്ങൾ നാളെ ഓർമ്മിക്കപ്പെടും. അവസാനമായി റജി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സ്റ്റാറ്റസ് ഇതായിരുന്നു: ദൈവം നിശ്ചയിച്ച സമയം വന്നെത്തിയാൽ അതിലേക്ക് മനുഷ്യന് മടങ്ങിപ്പോവുകയല്ലാതെ നിവർത്തിയില്ല. ചെറുപ്പക്കാരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസവും ദുഃഖവും ഉണ്ടാകും. എന്നാൽ മരണത്തിന് ചെറുപ്പ വലിപ്പങ്ങളില്ല, കാലവും സമയവുമില്ല. ഇതാണ് ഒരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയുടെ ആഴം വളരെ വലുതാണ്. ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് കാലം സ്നേഹത്തോടെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കേണ്ടവൾ. ജനിച്ചതിന് ശേഷം സ്വന്തം പപ്പായെ കാണാൻ കഴിയാത്ത ആ കുഞ്ഞുമോൻ എന്തു പറഞ്ഞാണ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നറിയില്ല. പ്രിയതമന്റെ വേർപാട് നൽകിയ വേദന താങ്ങാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.